വണക്കം വന്ദന നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമുള്ള ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റെക്കോർഡ് ചെയ്യുന്നത് 14 തീയതി മെയ് മാസം 2025 ഇത് റെക്കോർഡ് ചെയ്യുന്നത്. രാവിലെ നമുക്ക് 8 മണിയാകാനുണ്ട്, 7:52 ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു, നല്ല വോളറ്റാലിറ്റി കാണും. അത് ഹൈ വോളറ്റാലിറ്റിയാണ്. ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ വേറൊരു കാര്യം കൂടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, മുകളിലോട്ട് നോക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതാണ് ഇന്നത്തെ റേഞ്ച്. വളരെ ഷോർട്ട് റേഞ്ചാണ്. ഒരു 150 പോയിൻറ്റിൻ്റെ റേഞ്ച് നമുക്ക് കാണാൻ പറ്റും. 150 160 പോയിൻറ്റ്സിൻ്റെ റേഞ്ച് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇന്നലെ പോയിൻ്റ് ഓഫ് കൺട്രോൾ എത്ര പേരത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ നമ്മൾ 180 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഓഫ് കൺട്രോൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജിയുമൊക്കെ ഓൾറെഡി നമ്മളിവിടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ടെലഗ്രാം ചാനലിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതേപോലെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ദിവസം ഇതിൻ്റെ ചാർട്ട് ടെലഗ്രാം ചാനലിൽ ഇടുന്നതുമാണ്. ഇത് സ്റ്റഡി ചെയ്യുക. കാര്യത്തിൽ ഈ ചാനലിൽ നിങ്ങൾ തുടങ്ങിയ ദിവസം എത്ര നോക്കിയാലും ഈ ചാനലിൽ, ഈ ഓപ്ഷൻ ട്രേഡറിൻ്റെ ചാനലിൽ നിഫ്റ്റിയെക്കുറിച്ചും ബാങ്ക് നിഫ്റ്റിയെക്കുറിച്ചും മാത്രമേ വീഡിയോസ് ഇട്ടിട്ടുള്ളൂ. അതേപോലെ നമ്മൾ വേറെ വീക്ക്ലി അനാലിസിസോ മന്ത്ലി അനാലിസിസോ ഒന്നും ഇടാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ റെയറസ്റ്റ് കേസാണ് വീക്ക്ലി മന്ത്ലി അനാലിസിസൊക്കെ നമ്മൾ ഇടുന്നത്. അതിൻ്റെ അർത്ഥം ഈ ചാനൽ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധയോടുകൂടി ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ഒരു ഇൻഡെക്സിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഓപ്ഷൻ ബൈയിങ്ങിനെ കുറിച്ച് മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇഷ്ടംപോലെ വീഡിയോ ഇട്ടിട്ടുള്ളൂ. ഓപ്ഷൻ സെല്ലിങ്ങിനെ കുറിച്ച് യാതൊരു വീഡിയോയും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതല്ല. അത് ഇൻട്രാഡേ മാത്രമാണ് ഇവിടെ ഇടുന്നത്. ഇൻട്രാഡേയുടെ ലെവൽസ് മാത്രമാണ് ഇവിടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഫോക്കസ്ഡായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ലോങ് ടേമിൽ സക്സസ്ഫുൾ ട്രേഡർ ആകാൻ പറ്റുള്ളൂ. ഇത് ഡിസിപ്ലിൻ്റെ വേറൊരു വശമാണ്. നിങ്ങൾ ഏത് യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഏത് ടെലഗ്രാം വേണമെങ്കിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തോളൂ. ഞാൻ ഉറപ്പിച്ച് പറയാം, ഗ്യാരണ്ടി ആയിട്ട് പറയാം, അവർ നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അവരാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് പുതിയ സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടും, വീക്ക്ലി അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈക്ക് കിട്ടാനും കമൻറ്റ് കിട്ടാനും ഷെയർ നിങ്ങളെ മാക്സിമം ചെയ്യാനായിട്ടൊക്കെ അവർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും, നിങ്ങളെ കൺട്രോൾ ചെയ്യും. അവർ നിങ്ങളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യും. നിങ്ങൾ ഏത് ചാനൽ വേണോ നിങ്ങൾ പോയി നോക്കിക്കോളൂ. അവർ സ്ഥിരമായിട്ട് 2 വീഡിയോ ഇടും, 3 വീഡിയോ ഇടും, എന്നിട്ട് ശനിയാഴ്ച വീഡിയോ ഇടും, ഞായറാഴ്ച വീഡിയോ ഇടും. നമ്മൾ അങ്ങനെ ഒന്നും ഇവിടെ ചെയ്യാറില്ല. ഓപ്ഷൻ ട്രേഡർ പറയുന്നത് പറ്റുന്ന ദിവസങ്ങളിൽ വീഡിയോ ഇടും. ഞാനൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. കൂടുതൽ അതിനെ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. ഫോക്കസ്ഡായിട്ട് ഒരു കാര്യത്തിൽ മാത്രം. നമ്മൾ ഇടയ്ക്ക് സ്റ്റോക്കിൻ്റെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോക്ക് പറയത്തില്ല, നമ്മൾ മ്യൂച്വൽ ഫണ്ട് പറയത്തില്ല, യാതൊന്നും പറയത്തില്ല. ഇവിടെ വീഡിയോ ഇടുന്നത് തന്നെ വളരെ റെയറാണ്. പക്ഷേ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ? ഈ ലെവൽ എന്തുകൊണ്ടാണ് പറയുന്നത്, ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ POC എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്, ഇതൊക്കെ നിങ്ങൾ ഇതിൻ്റെ മൊമെൻറ്റവും പിന്നെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും ചാർട്ട് പാറ്റേണും ഒക്കെ നോക്കിയിട്ട് അവിടെ എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ പഠിക്കുക, ലേൺ ചെയ്യുക, നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതിന് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് ഇന്ന് ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ താഴോട്ട് നോക്കുന്നില്ല. കാരണം നിങ്ങൾ ഇതിനകത്ത് നോക്കിയുള്ളൂ, 24,505, 24,435 ഇത് കണ്ടോ, ഈ റേഞ്ച് ഉണ്ട്. ഈ റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോയത്. ഒരു ഫാൾസ് ബ്രേക്കൗട്ട് താഴെ തന്നിട്ട് വീണ്ടും റിവേഴ്സൽ മുകളിലൊരു ഗ്യാപ്പ് അപ്പ് ആയാണ് മുകളിൽ നിഫ്റ്റി ഫ്യൂച്ചർ പോയത്. നിഫ്റ്റി സ്പോട്ട് അങ്ങനെ തന്നെയാണ്. 8-ാം തീയതി അതേപോലെ തന്നെ 7-ാം തീയതി ഈ ലെവലിൽ, ഈ കൺസോളിഡേഷൻ ലെവൽ, 6-ാം തീയതി ഈ ലെവലൊക്കെ നോക്കിക്കോളൂ. ഈ ലെവലിന് താഴെ നിന്നാൽ മാത്രമേ നിഫ്റ്റി ഫ്യൂച്ചർ അല്ലെങ്കിൽ നിഫ്റ്റി സ്പോട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് താഴെ കുറച്ച് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുകയും, അതായത് 2435 500 അവിടേക്ക് ടൈം സ്പെൻഡ് ചെയ്യുകയും അതിനുശേഷം അല്ലെങ്കിൽ താഴോട്ട് ഗ്യാപ്പ് ഡൗൺ, ഇതിന് താഴെ ഗ്യാപ്പ് ഡൗൺ കിട്ടി സസ്റ്റെയിൻ ആയാൽ മാത്രമേ ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിന് നോക്കുന്നുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഇന്നലത്തെ ലോവിന് താഴെ ഓപ്പൺ ആവുകയാണെങ്കിൽ
റിവേഴ്സൽ തന്നെയാണ് നോക്കുന്നത്. മുകളിലോട്ട് തന്നെയാണ് ഇന്ന് ഞാൻ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. വളരെ ഷോർട്ട് റേഞ്ച് ആയതുകൊണ്ട് നമുക്ക് ഇന്നും ഒരു കൺസോളിഡേഷൻ മൂവ്മെൻറ്റിലോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ പറയുന്ന ലെവൽ ഫ്ലാറ്റ് ഓപ്പൺ ആയാലാണ് നമ്മൾ ശ്രദ്ധിച്ച് വർക്ക് ചെയ്യേണ്ടത്. ഇത് ലെവൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്തിടാം, നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാവുന്നതാണ്. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് 120 രൂപയാണ് ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ. സോ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ പറയുന്ന ഈ പ്രൈസ് റേഞ്ച് ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് കുറഞ്ഞ് വരുന്നതെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചോളൂ. ഇതാണ് NSEയും എന്താ പറയുക, NSEയുടെ നിങ്ങൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓപ്ഷൻ സെല്ലിങ്ങിന് അവർ തന്നെ കുറേ സ്ട്രാറ്റജീസ് കൊടുത്തിട്ടുണ്ട്. ഇതാരും പുറത്ത് പറയത്തില്ല, ആർക്കും അറിഞ്ഞും കൂടാ. നിങ്ങൾ പോയി അതിനെ സെർച്ച് ചെയ്യുക. ഓപ്ഷൻ സെല്ലിങ്ങിന് NSE തന്നെ ഒരു നിറച്ച് സ്ട്രാറ്റജിയും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ താല്പര്യമുള്ള പോവുക, അത് നോക്കുക, സെർച്ച് ചെയ്യുക, അത് ലേൺ ചെയ്യുക, എന്നിട്ട് സ്ക്രീൻ ടൈം കൊടുക്കുക. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഓപ്ഷൻ സെല്ലിങ്ങിലോട്ടും നിങ്ങൾക്ക് പോകാവുന്നതാണ്. അത് നിങ്ങളുടെ താല്പര്യമാണ്. എനിഹോ, വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണ്. ഇന്നലെ രാത്രി മുതൽ നിറച്ച് നെറ്റ്വർക്കുകൾ വർക്കാകുന്നില്ല. ജിയോ, എയർടെൽ ഇതുപോലത്തെ നിറച്ച് നെറ്റ്വർക്കുകൾ ഹാങ് ആവുകയാണ്. എവിടെയും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് വേറൊരു സത്യമാണ് ഇന്നലെ രാത്രി മുതൽ. അതുകൊണ്ട് ഇന്ന് ട്രേഡ് ചെയ്തില്ലെങ്കിലും ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങളുടെ ക്യാപിറ്റൽ സേഫായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇരിക്കും. കണ്ടതിൽ നന്ദി, നമസ്കാരം. വീണ്ടും വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.